മരണം വരെ ജീവിക്കാൻ പോകും വരും ചെയ്യുന്ന. അതെ, നല്ലൊരു പിയാപ്പിളിനെയാണ് വേണ്ടത്. മരണം വരെ കൂടെ നിൽക്കുന്ന ഒരാളായിരിക്കണം, അത്രയേ ഉള്ളൂ. ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിൽ 3-ാം പീടിക കണ്ടേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അതായത് കൂത്തുപറമ്പിൻ്റെ അടുത്തുള്ള സ്ഥലമാണ്. ഇവിടെ വന്നത് സീനത്തിനെ കാണാനാണ്. സീനത്തിനെ പറ്റിയ നല്ലൊരു വരനെ നമുക്ക് കണ്ടെത്തണം. സീനത്തിന് കേൾവി പ്രശ്നമുണ്ട്. ഇപ്പോൾ ഹെഡ്ഫോൺ വെച്ചിട്ട് ഈ ചെവിയിൽ വെക്കുന്ന ഇയർബഡ് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ചെറിയ രീതിയിൽ കേൾക്കും, കുഴപ്പമൊന്നുമില്ല. പിന്നെ കൈക്ക് ചെറിയൊരു ഇങ്ങനെ മടക്കാൻ പറ്റാത്ത ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല. ഭർത്താവ് മരണപ്പെട്ടതാണ്. അപ്പോൾ നമുക്ക് കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് അവരോട് ചോദിക്കാം. നിങ്ങൾ തീർച്ചയായിട്ടും കൂടെ നിൽക്കണം. പിന്നെ ഈ വീഡിയോൻ്റെ അകത്ത് സാധാരണ നമ്മൾ കൊടുക്കുന്ന പോലെ ഇവരുടെ നമ്പർ കൊടുക്കൂല, ഈ മെയിൽ ID ആണ് കൊടുക്കുക. അപ്പോൾ എന്തിനാണെന്ന് വെച്ചാൽ നമ്പർ കൊടുത്തിട്ട് കുറേ ആൾക്കാരെ വിളിച്ചിട്ട് ബുദ്ധിമുട്ടാക്കുന്നത്. നമ്മൾ കാരണം എന്ന് പറഞ്ഞാൽ നമ്മളൊരു നല്ല ഉദ്ദേശത്തിലാണ് ഒരു വീഡിയോ എടുത്തിട്ട് പബ്ലിക്ക് വേഗം കല്യാണം റെഡി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് നമ്പർ കൊടുക്കുമ്പോൾ ഈ ഞരമ്പ് രോഗികൾ വിളിച്ചിട്ട് ഗൾഫിൽ നാട്ടിൽ ഭാര്യയും മക്കളൊക്കെ ഉള്ള ആൾക്കാർ ഈ ഗൾഫിൽ നിന്ന് വിളിച്ചിട്ട് തോന്നിയ സോ അതും ഇതും പറയുക. ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ട്, ഭയങ്കര മോശമായിട്ട്. ഇത് ഇന്നലെ തുടങ്ങിയതല്ല, ഒരുപാട് കാലമായി ഇത്. അപ്പോൾ നമ്മളിനി നിങ്ങൾ തന്നെ അതിൻ്റെ കാരണക്കാരൻ നിങ്ങൾ തന്നെയാണ്. ഈ മെയിൽ ID നമ്പർ മാറ്റുന്നതിൻ്റെ ഇനിയിപ്പോൾ നമ്മൾ മെയിൽ ID കൊടുക്കുക. അതിൻ്റെ അകത്ത് നിങ്ങൾ എന്തെങ്കിലും ഒരു ID പ്രൂഫ് അയച്ചു കൊടുക്കുക. എന്തെങ്കിലും ഒരു ID പ്രൂഫും പിന്നെ നിങ്ങൾ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് വയസ്സും കാര്യങ്ങളും എല്ലാം ടൈപ്പ് ചെയ്യുക. പിന്നെ നിങ്ങൾ വിളിക്കാനുള്ള നമ്പർ അയക്കുക. ഡീറ്റെയിൽസ് എല്ലാം നോക്കിയിട്ട് ഓക്കെ ആകുമ്പോൾ ഓല് നിങ്ങൾ തിരിച്ച് വിളിച്ചോളൂ. അതിൽ നല്ല ആൾക്കാരത് കാണുമ്പോൾ വലിയൊരു ഡിമാൻഡുകാരെന്ന് ഒരിക്കലും വിചാരിക്കരുത്. നമ്മുടെ സാഹചര്യം കൊണ്ടാണ്. അത്രയും ബുദ്ധിമുട്ടാക്കുന്ന കുറേ എണ്ണങ്ങളുണ്ട്. അവരുടെ മുമ്പിൽ ഇവരെയൊക്കെ നമ്പർ ഇങ്ങനെ പബ്ലിക് ഇട്ടിട്ട് ഇവരിങ്ങനെ ബലിയാടാക്കാനൊക്കെ വല്ലാത്തൊരു ബുദ്ധിമുട്ട്. ഇതുവരെ കുറേ ആൾക്കാരെ വീഡിയോ ഇട്ടിട്ട് ആൾക്കാരൊക്കെ അങ്ങനെ. ഇനി മുതൽ നമുക്ക് ഈ ഡയറക്റ്റ് നമ്പർ കൊടുക്കാണ്ട് മറ്റു വഴികളാണ് നോക്കുക. മെയിൽ ID ഓക്കെ ഉള്ളവർക്ക് അതും, അല്ലാത്തവർക്ക് വേറെ രീതിയിലുള്ള കാര്യങ്ങളെ ഇനി ചെയ്യുള്ളൂ കേട്ടോ. ഓക്കെ, എന്നാൽ നമുക്ക് അവരെ പരിചയപ്പെടാം. ഈ കാണുന്നതാണ് ഇവരുടെ വീട് കേട്ടോ, ഇതാണ് വീട്. അപ്പോൾ ഇതാണ് സീനത്ത്. അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് വിശേഷം? അപ്പോൾ സീനത്തിന് ഈ ഒരു ദൂരത്തു നിന്നൊക്കെ സംസാരിക്കുന്നത് കേൾക്കും അല്ലേ? അപ്പോൾ ഹെഡ്ഫോൺ വെച്ചുകൊണ്ട് ഈ ഒരു ദൂരം നിന്നൊക്കെ സംസാരിക്കുന്നത് കേൾക്കും അല്ലേ? അതെ അതെ. ഇടം കണ്ണിന് ചെറിയൊരു മറിവുണ്ട്, ചെറിയ രീതിയിൽ. പിന്നെ അവളെ വലത് കൈയല്ലേനോ? ഇടത് കൈ ഇതേപോലെ ഇങ്ങനെ മടക്കാൻ പറ്റൂല എന്നുള്ളതാണ് അല്ലേ? ഇങ്ങനെ മടക്കാൻ ബുദ്ധിമുട്ടാണ് അല്ലേ? ചെറിയ ഒരു ബുദ്ധിമുട്ടാണ്. നമ്മളെല്ലാം തുറന്ന് പറയുന്നത് ഇതൊക്കെ മനസ്സിലാക്കി വരുന്നൊരു പാർട്ട്ണറെ നമുക്ക് വേണ്ടുള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ. ഇവരെ 3 പെൺകുട്ടികളാണ്. സീനത്താണ് ഏറ്റവും മൂത്തത്. സീനത്തിൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് അങ്ങനെ ഭർത്താവ് മരിച്ചതാണ്. കുറച്ച് കാലം വേറെ പോയി, പിന്നെ മരണപ്പെട്ട് അങ്ങനെയാണ്. അപ്പോൾ ഒറ്റൊരു മോളാണ് സീനത്തിനുള്ളത്. ആ മോളെ കല്യാണമൊക്കെ കഴിഞ്ഞ് അവർക്ക് കുട്ടികളൊക്കെ ആയിട്ട് അവർ അങ്ങനെ പോവുകയാണ്. സീനത്തിനിപ്പോൾ 43 വയസ്സാണായത്. സീനത്ത് എത്ര വരെയാണ് പഠിച്ചത്? 8ാം ക്ലാസ് വരെ. ഇത്ര ഉറക്കൊക്കെ സംസാരിച്ചാൽ കേൾക്കും കേട്ടോ. ഈ കേൾവിൻ്റെ ബുദ്ധിമുട്ട് ജന്മനുള്ളതാണോ? പിന്നെ വന്നതാ? അതെങ്ങനെ? ഓപ്പറേഷൻ ചെയ്ത ശേഷം നഷ്ടപ്പെട്ടു. അതൊരു പഴുപ്പോ എന്തോ വന്നിട്ടില്ലേ? ഓപ്പറേഷൻ ചെയ്തിട്ട് അതിന് ശേഷം കേൾവി നഷ്ടപ്പെട്ടതാണ്. ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നല്ല അടിപൊളിയായിട്ട് ചെയ്യുന്നതാണ് കേട്ടോ പറഞ്ഞേ. കുക്കിംഗ് ആയാലും ശരി, ഇവിടുത്തെ ക്ലീനിങ് കാര്യങ്ങൾ എല്ലാത്തിനും ഓക്കെയാണ്. ഈ കൈയിൻ്റെ ബുദ്ധിമുട്ടൊന്നും ഒരു വിഷയമുള്ളതല്ല കേട്ടോ, അതുകൊണ്ട് എല്ലാം ചെയ്യും. ആളൊരു വീട്ടിലേക്കൊക്കെ ഓക്കെയാണ്. പിന്നെ ഈ ഒരു കുറേ കാലം അങ്ങനെ ഇപ്പോൾ ഒരു പെൺകുട്ടിയായി, പിന്നെ അവള് വളർന്ന് വലുതായി അങ്ങനെ നിന്ന് പോയതാണ്. അല്ലെങ്കിൽ എപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് പോകേണ്ടതാണ്. പിന്നെ ഇതുപോലെ ഒരുപാട് നമ്മൾ പല വീട്ടിലും പോകുമ്പോൾ കാണിച്ചു തരാറുണ്ടല്ലോ, ഇതുപോലെ പല പെൺകുട്ടികളും ഉണ്ട്. ഇങ്ങനെ 42, 41 വയസ്സൊക്കെ ആയിട്ട് ചെറിയ വയസ്സിൽ ഭർത്താവ് മരിച്ച് അങ്ങനെ വീട്ടിലായിപ്പോയവർ. അതിലൊരാളാണ് സീനത്തോ. അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു ആലോചന വരട്ടെ. പിന്നെ നമുക്ക് ഇങ്ങോട്ട് വരുന്നത് തന്നെയാണ് വേണ്ടത് അല്ലേ? ഇങ്ങോട്ട് അല്ലേ ജോലിക്ക് പോവുക, ഇങ്ങോട്ട് ഇവിടെ വന്ന് നിൽക്കുക, ആ ഒരു രീതിയിലുള്ള. കാരണം കണ്ണൂർ സിസ്റ്റം അങ്ങനെയാണ്, നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ വീട്ടിലേക്ക് വരുന്ന ഒരാൾ തന്നെയാണ്, അങ്ങോട്ട് പോകുന്ന ആ ഒരു രീതിയല്ല. അപ്പോൾ എന്ന് വിചാരിച്ച് വരുന്ന ആളെയും കൂടി ഇവർ നോക്കുക എന്നല്ല കേട്ടോ. അതായത് ജോലിക്ക് പോയിട്ട് നോക്കാൻ കെൽപ്പുള്ള ആളെ തന്നെ വേണ്ടുള്ളൂ. പിന്നെ നിലവിൽ ഭാര്യമാരും കാര്യമൊന്നുമുള്ളവർ നമുക്ക് വേണ്ട. ഒളിച്ച് വരുന്നവരും രഹസ്യമായിട്ട് കല്യാണത്തിന് വരുന്നവരും ഒന്നും നമുക്ക് ആവശ്യമില്ല. നമുക്കൊരു 50 വയസ്സ് വരെ നോക്കാം അല്ലേ സീനത്തെ? ഒരു 50 വയസ്സ് വരെ നോക്കാം. മക്കൾ ഇപ്പോൾ ഭാര്യ മരിച്ച് മക്കളൊക്കെ ഉള്ളവരുണ്ടാവും. ആ മക്കളൊക്കെ കല്യാണം കഴിഞ്ഞ് വേറെ ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ചെറിയ മക്കൾ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ബുദ്ധിമുട്ടാവും.
അങ്ങനെ ഒരു ബാധ്യത കാര്യങ്ങൾ ഏറ്റെടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. നാളെ സീനത്തിന് ഒരു മക്കളും കാര്യമെല്ലാമായാൽ അങ്ങനെയുണ്ടല്ലോ. അപ്പോൾ അതിനൊക്കെ മനസ്സുള്ള നല്ലൊരു പാർട്ട്ണർ വരട്ടെ. നമുക്ക് അധികം ദൂരം വേണ്ട എന്നാണ് ഇവർ പറഞ്ഞത് കേട്ടോ. കോഴിക്കോട് ജില്ല, പിന്നെ കണ്ണൂർ ജില്ല, പിന്നെ കണ്ണൂർ ജില്ലേൻ്റെ പരിധി തന്നെ തലശ്ശേരി, മാഹി, അതേപോലെ തന്നെ ഒരുപാട് ഏരിയകളുണ്ടല്ലോ. ഇപ്പോൾ കോഴിക്കോട് ജില്ലയിലാണെങ്കിൽ ഒരുപാട് ഏരിയകളുണ്ട്. മലപ്പുറം ജില്ല നോക്കുന്നുണ്ടോ? കോഴിക്കോട് ജില്ലയും കണ്ണൂർ ജില്ലയും മതിയോ? അപ്പോൾ കോഴിക്കോട് ജില്ല, മലപ്പുറം ജില്ല, വയനാട് ജില്ല, ഈ 3 ജില്ലയിൽ നിന്നുള്ള ആലോചന നമുക്ക് വേണം. 50 വയസ്സിൻ്റെ ഉള്ളിലുള്ള. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യുക. പിന്നെ ഇങ്ങോട്ട് വന്ന് നിൽക്കുക എന്ന് പറയുമ്പോൾ ഫുൾ ടൈം ഇവിടെ നിൽക്കണം അങ്ങനെയല്ല. അതായത് നിങ്ങൾക്ക് ജോലിക്ക് പോവുക, ജോലി സ്ഥലത്ത് പോവുക, അപ്പോൾ എന്നിട്ട് പോയിട്ട് വരിക, അങ്ങനെ ഉണ്ടല്ലോ. അപ്പോൾ സീനത്ത് അങ്ങോട്ട് വരില്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് പോയും വന്നൊക്കെ നിൽക്കാം. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു വീട് കാര്യങ്ങളൊക്കെ ഉള്ളവരാണ് ഇടയ്ക്ക് സീനത്തിന് അങ്ങോട്ട് കൊണ്ടുപോവുക. സ്ഥിരമായിട്ട് ഒരു കുടുംബ വീട്ടിലേക്ക് പോയിട്ട് അവിടെ നിൽക്കുക എന്നുള്ള കാര്യമാണ് അത് സീനത്തിന് ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു കേട്ടോ. ഇപ്പോൾ നിങ്ങൾ അത് ഉമ്മാനെ അങ്ങ് 2 ദിവസം കൂട്ടുകയെല്ലാം ചെയ്ത് അങ്ങനെ ഒരു വൈബായിട്ടൊക്കെ പോയി വരുന്നതൊന്നും നമുക്ക് പ്രശ്നമില്ല. പോയി വരുന്നത് ഫുൾ ടൈം നിൽക്കാൻ പറ്റൂല എന്നുള്ളതാണ്. പോയി വരുന്ന കേസും അങ്ങനത്തെ ഒന്നും പ്രശ്നമില്ല. തീർച്ചയായിട്ടും നല്ലൊരാൾ വരട്ടെ. സീനത്തിൻ്റെ ഹൈറ്റ് ഒരു 165 ആ ഒരു ഹൈറ്റ് ഉണ്ടാവും കേട്ടോ. എങ്ങനെയുള്ള പിയാപ്പിളിനെ വേണ്ടേ? മരണം വരെ ജീവിക്കാൻ പോകും വരും ചെയ്യുന്ന. അതെ, നല്ലൊരു പിയാപ്പിളിനെയാണ് വേണ്ടത്. മരണം വരെ കൂടെ നിൽക്കുന്ന ഒരാളായിരിക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ അത്രേ കാര്യങ്ങളുള്ളൂ, വേറെ കൂടുതലായിട്ടൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അത് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നല്ലൊരു വരൻ എത്രയും പെട്ടെന്ന് മുമ്പോട്ട് വരട്ടെ. പിന്നെ അനാവശ്യമായിട്ട് ഉള്ള കോൾസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിൽ മെയിൽ ID എന്നുള്ള ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത് കേട്ടോ. അപ്പോൾ മെയിൽ ID നിങ്ങൾക്ക് ഇതെന്താണ് നിങ്ങൾക്ക് പറ്റുന്നില്ലല്ലോ അങ്ങനെയൊന്നും വിചാരിക്കരുത്. അതായത് മെയിൽ ID എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും ഒന്നും അറിയാത്തവരുണ്ടാവില്ലല്ലോ. ഇപ്പോൾ എന്തായാലും ഒരു 50 വയസ്സിൻ്റെ ഉള്ളിൽ കല്യാണാലോചന നോക്കുമ്പോൾ നിങ്ങൾക്കത് ബുദ്ധിമുട്ടാവെങ്കിൽ നിങ്ങളുടെ വീട്ടിലൊക്കെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. കറക്റ്റ് ഡീറ്റെയിൽസ്, നിങ്ങളുടെ ഒരു ID പ്രൂഫ്, പിന്നെ അതേപോലെ നിങ്ങളുടെ വയസ്സ്, കാര്യങ്ങൾ, കറക്റ്റ് സ്ഥലം, നിങ്ങളുടെ ഡീറ്റെയിൽസൊക്കെ നല്ലോണം ടൈപ്പ് ചെയ്തിട്ട് വിളിക്കാനുള്ള നമ്പർ വയ്ക്കുക. കാരണം എന്ന് പറഞ്ഞാൽ പിന്നെ ഇത് ഒരുപാട് ഉടായ്പകൾ അനാവശ്യമായിട്ട് വിളിക്കുന്നതുകൊണ്ടാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലും അനാവശ്യമായിട്ട് ഇത് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഡീറ്റെയിൽസൊക്കെ എന്തെങ്കിലും ഫേക്ക് കാര്യങ്ങളുണ്ട്, അതിനനുസരിച്ച് നമ്മൾ മൂവ് ചെയ്യുകയും ചെയ്യും ലീഗലായിട്ടൊക്കെ. അപ്പോൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ചിട്ട് ജെനുവിനായിട്ടുള്ള ആൾക്കാർ മാത്രം മുമ്പോട്ട് വരിക. അപ്പോൾ ഇമെയിൽ ഡീറ്റെയിൽസ് അയക്കുക. അതായത് ഇനി ബോധമുള്ള ആളായിരിക്കണം. ആദ്യം വിവാഹം ചെയ്ത് തന്നെ ഒരു ഉസ്താദ് അങ്ങനെ ആയിരുന്നു. പിന്നെ ആ ജീവിതം അത്ര നല്ല രീതിയിൽ പോയില്ല. അപ്പോൾ പിന്നെ ആൾ മരണപ്പെടുകയും ചെയ്ത് അങ്ങനെയാണ്. നല്ലൊരു വിവാഹ ജീവിതം സീനത്തിന് കിട്ടിയിട്ടില്ല. കുറഞ്ഞ കാലം ഉണ്ടായിരുന്നുള്ളൂ അല്ലേ. ഒരു 1-2 മാസം കൊണ്ട് തന്നെ ആൾ പോയി, പിന്നെ ആൾ വന്നില്ല, അങ്ങനെയൊക്കെ ആയിപ്പോയതാണ്. അപ്പോൾ ഇനിയുള്ള ജീവിതം നല്ലൊരു ജീവിതമായിരിക്കണം. അപ്പോൾ നിങ്ങൾ മാക്സിമം കൂടെ കേട്ടോ. ഓക്കെ.